മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കണ്ണനെ കാണാനായിട്ട്. കണ്ണന് കൂട്ടു നിൽക്കുന്നത് മറ്റാരുമല്ല, അനന്തു ആയിരുന്നു. മാർക്കോ പോയിരുന്നു. അപ്പം കണ്ണൻ മഹാലക്ഷ്മിയോട് ആ കാര്യം പറയുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാലും മടക്കാനും തിരിക്കാനും ഒക്കെ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന്. അത് കേട്ട് മഹാലക്ഷ്മിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്ന സന്തോഷമുണ്ട്. കാലനക്കാനോ തിരിക്കാനോ ഒന്നും പറ്റാതിരുന്ന എനിക്കാണ് ഇത്രയും വലിയ മാറ്റം ഉണ്ടായെന്നൊക്കെ കണ്ണനും പറയുന്നു. അതേസമയം സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് ചെന്ന് കണ്ട കാര്യം പറയുന്നു. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ണനെ മാർക്കോയും അനന്തവും കൂടി പിടിച്ചിണീപ്പിച്ചുകൊണ്ട് നടക്കുന്നത് താൻ നേരിട്ട് കണ്ടു. കാലിനൊക്കെ നല്ല ചലനശേഷി കിട്ടിയിട്ടുണ്ട്, നട്ടലിനും നേരിയ ചലനശേഷി കിട്ടിയിട്ടുണ്ടെന്നാണ് തനിക്ക് തോന്നിയത് എന്നൊക്കെ പറയുമ്പം മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തൻ്റെ ഏട്ടന് ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചുവല്ലോ. അതെല്ലാം മഹാലക്ഷ്മി ഏട്ടത്തിയുടെ ഒറ്റ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഏട്ടത്തി അല്ലാതെ മറ്റാരും എൻ്റെ ഏട്ടനെ വിവാഹം കഴിക്കാൻ തയ്യാറാവത്തില്ലായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യനെ ആരാണ് വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നത്? എന്നിട്ടും ഏട്ടത്തി, സുന്ദരിയായിട്ടുള്ള ഏട്ടത്തി കണ്ണേട്ടനെ വിവാഹം കഴിക്കാൻ തയ്യാറാകുകയും കണ്ണേട്ടൻ്റെ ഇത്രയും വലിയ മാറ്റങ്ങൾക്ക് കൂടെ നിൽക്കുകയും ചെയ്തു. ഒരു കുറവുകളും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കും മനുഷ്യനെ ചതിക്കുന്നത്. എന്നിട്ടും ഏട്ടത്തി ഇതുവരെ എൻ്റെ ഏട്ടനെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു, താൻ പറയുന്നത് ശരിയാടോ. എനിക്കും പലപ്പോഴും അതിശയം തോന്നിയിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ഇത്ര നല്ല മനസ്സ് കിട്ടുക എന്നത്. ഒരു ഭാഗത്ത് സന്തോഷം അലയടിക്കുമ്പോൾ മറുഭാഗത്ത് ക്രൂരതയുടെ മുഖം പുറത്തു വരുന്നുണ്ട്. അതായത് സാഗർ ജോലിക്ക് പോയതിന് ശേഷം മഞ്ജു മാത്രമേ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന മഞ്ജുവിനെ കാത്ത് ഒരു ശത്രു വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ മേഘൻ തന്നെയാണ്. എന്തായാലും മഞ്ജുവിനെ ഒരാപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെല്ലാവരും ദുഃഖിക്കും. തൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ ഇല്ലാതാക്കി പോയവളാണ് അവൾ. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും തന്നെ കുറ്റക്കാരനാക്കി. കുട്ടിക്കാലം മുതൽ താൻ കണ്ട സ്വപ്നമായിരുന്നു കണ്ണൻ്റെ സ്വത്ത് എന്നത്. ആ സ്വപ്നത്തെ പോലും നശിപ്പിച്ചിട്ട് പോയവളെ ഇല്ലാതാക്കാനുള്ള കലി അവനുണ്ട്. അമ്പലത്തിൽ വെച്ച് സാഗറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതും കൂടി ആയപ്പോഴത്തേക്കും മനസ്സിൽ കലിയുടെ അങ്ങേയറ്റം നിൽക്കുന്ന മേഘൻ മഞ്ജുവിനെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. സാഗർ ഇല്ലാത്ത സമയം നോക്കി. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഈ സാഗറും മേഘനും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് സാഗർ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് മുങ്ങാനാകും. എന്നാൽ തക്ക സമയത്ത് നമ്മുടെ മാർക്കോയുടെ ആൾക്കാർ അവരെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം മാർക്കോ മഞ്ജു ഒറ്റയ്ക്കേ ഉള്ളായതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്ന രൂപത്തിൽ അവിടെ ആളുകളെയൊക്കെ വിട്ടിട്ടുണ്ട്.